ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഫൈസൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് സ്റ്റാർ മിൽക്ക് പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം മിൽക്ക് പ്രോഡക്റ്റുകളാണ്. അതും നാച്ചുറലായിട്ട്, അതായത് വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ്. റോ മെറ്റീരിയൽസ്, ഇൻഗ്രീഡിയൻസ് എല്ലാം വീട്ടിൽ തന്നെ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. എല്ലാം മിൽക്ക് പ്രോഡക്റ്റുകളാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. മോര്, തൈര്, ഐസ്ക്രീമുകൾ, സിപ്പപ്പ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ആ ബാക്കിൽ കാണുന്നതാണ്. അതിനകത്ത് ഈ വീടും ഫാക്ടറിയും എല്ലാം കൂടി ഒരിടത്ത് തന്നെയാണ്. ഇത് ഏതാണ്ട് നമ്മുടെ സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കുവള്ളി റോഡില്ലേ, ഭരണിക്കാവ് ചക്കുവള്ളി, അതായത് പുതിയകാവിൽ നിന്നും ചക്കുവള്ളിലോട്ട് പോകുന്നിടത്ത് ചിറ്റുമൂല റെയിൽവേ ക്രോസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് വടക്ക് ഭാഗത്ത് മാറിയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി സ്ഥലമാണ്. ഇവിടെ എങ്ങനെയാണ് ഐസ്ക്രീമുകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഓരോരോ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നാച്ചുറലായിട്ടെന്ന് പറഞ്ഞു. ഞാൻ നാച്ചുറലായിട്ട് പറഞ്ഞ ഇതുണ്ട്. ഇവിടേക്ക് ഈ ഫ്രൂട്ട്സ്, ഇത് പാഷൻ ഫ്രൂട്ടൊക്കെ വീട്ടിൽ തന്നെ വിളയിച്ചെടുക്കുന്നതാണ്. അതുപോലെ പാഷൻ ഫ്രൂട്ടുകളുണ്ട്. അതുപോലെ പപ്പായ, കരിക്ക്. ഈ പപ്പായ, കരിക്ക്, പാഷൻ ഫ്രൂട്ട്, ഇതാണ് മെയിനായിട്ട് ഇവിടുത്തെ ഐസ്ക്രീമുകളുടെ മെയിൻ സാധനം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് അകത്ത് നിന്നിട്ട് കാണിക്കാം. ഇത് പുറത്തെ കാഴ്ചകളാണിത്. ഞാൻ അപ്പോൾ ആദ്യമേ പറഞ്ഞു, ഇവിടെ വീടും ഈ ഫാക്ടറി എല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതാണ് വീടും അതിൻ്റെ തൊട്ട് ഫാക്ടറി എല്ലാം കൂടെ ഒരുമിച്ചുള്ളതാണ്. ഓക്കെ. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സ്ട്രോബെറിയുടെ തൈകളാണ്. ഇപ്പോൾ ഈ സ്ട്രോബെറി നമ്മുടെ ഐസ്ക്രീമിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രോബെറി തൈകളാണ്. ഇതും വീട്ടിൽ തന്നെയാണ് ഇതൊക്കെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ചെറിയ തൈകളാണ്. ഇപ്പോൾ അവിടെ വേറെ ഒരെണ്ണമുണ്ട്, സ്ട്രോബെറി തൈ കിളിച്ചിരിക്കുന്നതുകൊണ്ട് അത് കാണിച്ചു തരാം. ഇതിപ്പം സ്ട്രോബെറി ഉള്ള ഒരു തൈയാണിത്. സ്ട്രോബെറി കിളിച്ചിരിക്കുന്ന ഒരു തൈയാണ്. അത്യാവശ്യം നല്ല സ്ട്രോബെറിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഐസ്ക്രീമിന് വേണ്ടി വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം ഫ്രൂട്ട്സാണ്. ഓക്കെ. ഇതാണോ സ്റ്റോർ ചെയ്തിട്ട് ഇതാണ് മറ്റേ ഐസ്ക്രീം വേണം. ഇത് ഐസ്ക്രീമിനുള്ള ചോക്ലേറ്റ് നമ്മളിവിടെ തന്നെ കൊക്കോ പൊടി ഉപയോഗിച്ച് ഇത് ഐസ്ക്രീമിനുള്ള കോക്കോ പൗഡർ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളത് അല്ലേ? ഇത് നാടൻ ചേരുവകളാൽ നിർമ്മിച്ച സ്റ്റാർ സംഭാരം. അപ്പോൾ ഇത്രയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഫ്രീസറാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രീസർ ആണ്. ഇവിടെയാണ് സാധനങ്ങളൊക്കെ വെക്കുന്നത് എല്ലാം. അപ്പോൾ ഇവിടെ ഓരോന്നും ഉണ്ടാക്കുന്ന ഐറ്റംസ് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഫ്രീസറുകളാണ് ഇതൊക്കെ. നമ്മൾ ഈ ഐസ്ക്രീം ഉണ്ടാക്കുന്ന മുറിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതാണ് അതിൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ. ഇത് നമ്മുടെ കുഞ്ഞുനിക്ക, നമ്മുടെ സ്വന്തം കുഞ്ഞുനിക്കാണ് ഇതിൻ്റെ പ്രൊപ്പറേറ്ററും ഇതിൻ്റെ എല്ലാം. അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ വന്നപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിപ്പം ഐസ്ക്രീം എങ്ങനെയാണ് ഇതിനകത്ത് ഉണ്ടാക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ പാലിൻ്റെ ക്രീമും പഞ്ചസാരയും സ്റ്റെബിലൈസറും ആഡ് ചെയ്തിട്ടുള്ള മിക്സ് നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യും. അത് മിക്സ് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സാണ്. അപ്പോൾ അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കൊക്കോപ്പൊടി നിങ്ങൾ വന്നപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ആ കൊക്കോപ്പൊടി നമ്മൾ അതേപോലെ മിക്സ് റെഡിയാക്കി അത് കലക്കി ഇതിനകത്തോട്ട് ഒഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വേറെ മറ്റ് ഫ്ലേവറുകൾ യാതൊന്നും നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. കളറോ മറ്റ് ഫ്ലേവറുകളോ ഒന്നും തന്നെ. കൊക്കോപ്പൊടി നാച്ചുറലായിട്ട് 100% നാച്ചുറലായിട്ട്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ചോക്ലേറ്റാണ്. അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഇവിടെ നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ പുറത്ത് റിലേറ്റീവ്സിൻ്റെ എല്ലാം വീടുകളിൽ കൃഷി ചെയ്തിട്ട് അത് ആഡ് ചെയ്തിട്ടാണ് പാഷൻ ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കരിക്കിൻ്റെ ഐസ്ക്രീമുണ്ട്. കരിക്ക് നമ്മൾ ഫ്രഷ് കരിക്ക് തന്നെ അപ്പോൾ അതിൻ്റെ പൾപ്പ് ഉണ്ടാക്കിയിട്ട് പൾപ്പ് അതേപടിയാണ്. നമ്മളിപ്പോൾ ആദ്യം വീഡിയോ തന്നെ ആദ്യമേ കാണിച്ചിരുന്നു. ഫാഷൻ ഫ്രൂട്ടും അതുപോലെ കരിക്ക്, പപ്പായ എല്ലാം ആദ്യത്തെ തന്നെ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ തന്നെ എല്ലാം കൃഷി ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ വളരെ 100% നാച്ചുറലാണ് ഇവിടുത്തെ എല്ലാ പ്രോഡക്റ്റുകളും. അപ്പോൾ നമ്മളിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ പോവുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എത്ര ലിറ്റർ ടോട്ടൽ എത്ര ലിറ്റർ അത് കൊണ്ടുവന്നത്? ഇത് 200 ലിറ്റർ. ഇപ്പൊ നമ്മൾ 30 ലിറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനു വേണ്ടി ഒരു ഇപ്പൊ 30 ലിറ്റർ പാലും അതിന്റെ പാലും അതിന്റെ കൊക്കോ പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മൾ ഓൾറെഡി കണ്ടു ആ വീഡിയോയിൽ. ഇനിയിപ്പോൾ അതിന്റെ പ്രോസസ്സിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ പാലും കോക്കോ പൗഡറും എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. മിക്സിങ് കഴിഞ്ഞ് ക്ലീനിങ്ങിന് വേണ്ടി ഒഴിച്ച വെള്ളമാണ്. ഇതിപ്പം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം മുഴുവൻ പോയതിന് ശേഷമാണ് മറ്റേ ഐസ്ക്രീമിൻ്റെ വരുന്നില്ലേ മിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഈ ലിക്വിഡ് ടൈപ്പിലുള്ള ഈ മിശ്രിതമാണ്. ഇത് ലിക്വിഡാണ്. ഇപ്പോൾ ഇതിനകത്തോട്ട് കയറി ഈ മെഷീനിലോട്ട് കയറിയിട്ട് ഇത് ഫ്രീസായിട്ടാണ് വരുന്നത്, കട്ടിയായിട്ടാണ് വരുന്നത്. എടുക്കുന്നതിന് വേണ്ടിയുള്ള പമ്പിങ്. ഈ പമ്പിനകത്ത് തന്നെ ഒരു ബ്ലേഡ് ഉണ്ട്. ആ ബ്ലേഡ് കറങ്ങുന്നതിൻ്റെ മോട്ടറിൻ്റെ അത് വെച്ചാൽ നമ്മുടെ കംപ്രസറാണ്. കംപ്രസറിൻ്റെ സ്വിച്ചാണ്. ഇപ്പോൾ കംപ്രസർ വർക്കായി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് ഇതിൻ്റെ ഗ്യാസ് ഫ്ലോ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി അതിനകത്തുള്ള കംപ്രസറിലോട്ടുള്ള ഗ്യാസിൻ്റെ അതുകൊണ്ടാണ് കഴിയുമ്പോൾ നമുക്ക് ഓൾറെഡി തണുത്ത് കഴിയും. പിന്നീട് നമ്മളത് അകത്ത് ഐസ് പിടിച്ചിട്ട് മോട്ടർ കറങ്ങാതെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇത് ഹോട്ട് ഗ്യാസ് ആണ്. ഓക്കെ മറ്റേ ഫ്രീസ് ആവുന്ന ടൈമിൽ പിന്നെ അത് ചൂടാക്കിയത് അപ്പോൾ പെട്ടെന്ന് അത് റിലീസാകും. ഓക്കെ.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ഐസ്ക്രീമുകളൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഫ്രീസറാണിത്. ഇത് -35 ഡിഗ്രിയിലാണ് ഇത് ഫ്രീസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്താണ് സൂക്ഷിച്ചിട്ട് മറ്റ് കടകളിലേക്കൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇത്രയാണ് നമ്മൾ ഐസ്ക്രീമിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക, എങ്ങനെയാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പാല് പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ തൈര്, മോര് ഇതൊക്കെ ചെയ്ത ഒരു വീഡിയോ ആയിട്ടായിരിക്കും അടുത്ത എപ്പിസോഡിൽ നമ്മൾ വരുന്നത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇനി. ഇതിപ്പോൾ ഐസ്ക്രീം മാത്രമേ ആയിട്ടുള്ളൂ. ഇത് തന്നെയാണ് ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറും മാറ്റം തിരിച്ചും ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്നതാണ് കണ്ടത്. ഇത് തന്നെ നമ്മൾ ടെൻഡർ കോക്കനട്ട്, അതുപോലെ പാഷൻ ഫ്രൂട്ട്, ഇതിൻ്റെയൊക്കെ ഫ്ലേവറുകൾ മാറി മാറി ഉപയോഗിക്കുകയാണ് ഐസ്ക്രീം ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് മോര് തൈരൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി സ്റ്റേ ട്യൂൺ. ഓക്കെ, അപ്പോൾ ആരും പോരുത്, എല്ലാ വീഡിയോസും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം.